ഇനി വീട്ടിൽ സോളാർ വയ്ക്കുന്നത് ലാഭമാവില്ല. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ റീസെന്റ് ആയിട്ടുള്ള കറണ്ട് നിയമം വന്നതിന് ശേഷം സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. പ്രധാനമായും ബില്ലിംഗിൽ വരുന്ന മാറ്റം, അതായത് നെറ്റ് മീറ്ററിംഗ് നിന്ന് നെറ്റ് ബില്ലിംഗിലേക്ക് മാറുന്നത് ഒരു പ്രധാന കാരണമായിട്ടാണ് പറയുന്നത്. എന്താണ് നെറ്റ് മീറ്ററിംഗും നെറ്റ് ബില്ലിംഗും എന്ന് നോക്കാം. നിലവിലെ ബില്ലിംഗ് രീതിയാണ് നെറ്റ് മീറ്ററിംഗ്. നിലവിൽ വീട്ടിലെ സോളാർ ഉപയോഗത്തിന് പുറമെ അധികമായി ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി KCBക്ക് അല്ലെങ്കിൽ ഗ്രിഡിലേക്ക് കൊടുക്കുന്നു, അതായത് എക്സ്പോർട്ട് ചെയ്യും. അതുപോലെ രാത്രിയിലോ സോളാർ ജനറേഷൻ ഇല്ലാത്ത സമയത്തോ നമ്മൾ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി ഉപയോഗിക്കും. മാസാവസാനം നമ്മൾ ഗ്രിഡിൽ നിന്ന് ഉപയോഗിച്ച വൈദ്യുതിയിൽ നിന്ന് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്ത വൈദ്യുതിയിൽ കുറച്ച് ബാക്കി വരുന്ന യൂണിറ്റുകൾക്ക് മാത്രമാണ് ബില്ല് കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഗ്രിഡിൽ നിന്ന് ഉപയോഗിച്ച അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തത് 100 യൂണിറ്റ്, സോളാർ വഴി എക്സ്പോർട്ട് ചെയ്തത് 100 യൂണിറ്റുമാണെങ്കിൽ നമ്മുടെ എനർജി ചാർജ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നെറ്റ് മീറ്ററിംഗിലൂടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റിനും ഇമ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റിനും തുല്യ മൂല്യമാണ് ലഭിക്കുന്നത്. എന്നാൽ നെറ്റ് മീറ്ററിംഗിൽ നിന്ന് നെറ്റ് ബില്ലിംഗിലേക്ക് മാറുന്നതിലൂടെ നമുക്ക് തുല്യ മൂല്യം ലഭിക്കുന്നില്ല. നെറ്റ് ബില്ലിംഗിൽ ടാരിഫ് ടു ടാരിഫ് കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. ഇവിടെ ബില്ലിംഗ് കണക്കാക്കുന്നതിന് ഗ്രിഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റുകൾക്ക് 6 രൂപയ്ക്ക് മേലുള്ള താരിഫും ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റുകൾക്ക് 3 രൂപയിൽ താഴെ വരുന്ന ഫീഡിംഗ് താരിഫുമാണ് KCB നിശ്ചയിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് 100 യൂണിറ്റ് ഗ്രിഡിലേക്ക് സോളാറിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 3 രൂപ നിരക്കിൽ 300 രൂപ ലഭിക്കുകയും 100 യൂണിറ്റ് ഗ്രിഡിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുമ്പോൾ 6 രൂപ നിരക്കിൽ 600 രൂപ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബില്ലിലെ എനർജി തുക എന്ന് പറയുന്നത് ഇതിന്റെ വ്യത്യാസമായ 300 രൂപയാണ്. അതായത് നെറ്റ് മീറ്ററിംഗിൽ എനർജി ചാർജ് 0 ആയിരുന്ന സാഹചര്യങ്ങളിൽ പോലും നെറ്റ് ബില്ലിംഗിലേക്ക് വരുമ്പോൾ എനർജി ചാർജ് 0 ആകുന്നില്ല. നിലവിലെ നെറ്റ് മീറ്ററിംഗിലൂടെ 4 വർഷം കൊണ്ട് കിട്ടിയിരുന്ന മുടക്കുമുതൽ നെറ്റ് ബില്ലിംഗിലേക്ക് മാറുമ്പോൾ ഇത് 7 അതിലധികമോ വർഷം എടുക്കും. നെറ്റ് ബില്ലിംഗിലേക്ക് മാറുകയാണെങ്കിൽ എനർജി ബിൽ നമുക്ക് എങ്ങനെ കുറയ്ക്കാം? മെയിനായി നമ്മുടെ ഉപയോഗം മാക്സിമം മോർണിംഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഉദാഹരണത്തിന് വാഷിംഗ് മെഷീൻ, വാട്ടർ പമ്പ്, ഡിഷ് വാഷേഴ്സ് തുടങ്ങിയവ ഒരു സ്മാർട്ട് പ്ലഗോ ടൈമറോ യൂസ് ചെയ്ത് മോർണിംഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഹൈബ്രിഡ് ഇൻവെർട്ടർ വിത്ത് ബാറ്ററി ഇൻവെസ്റ്റ്മെന്റ് കൂടുമെങ്കിലും ഒരു പരിധിവരെ പീക്ക് ടൈമിലെ ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കാൻ സാധിക്കും.